ഇന്നത്തെ യൂസസ് ക്ലാസ്സിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ യൂസസ് ക്ലാസ്സിൽ ഫ്രേസൽ വേർബ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണത്. 2 പാർട്ടായിട്ടാണ് ഡിസ്കസ് ചെയ്യണത്. ഒന്നാമത്തെ പാർട്ടിൽ വാട്ട് ഇസ് എ ഫ്രേസൽ വേർബ് ആൻഡ് ഇറ്റ്സ് ടൈപ്സ്. സെക്കൻഡ് പാർട്ടിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ ഫ്രേസൽ വേർബ്സുമായി റിലേറ്റ് ചെയ്ത് വന്ന ക്വസ്റ്റ്യൻസ്. ഈ രീതിയിലാണ് ക്ലാസ് മുന്നോട്ട് പോണത്. അപ്പോൾ ക്ലാസ്സിലോട്ട് കടക്കാം. ഫസ്റ്റ് വൺ, what is a phrasal verb? A phrasal verb is a phrase that combines a verb with a preposition or adverb or both, and that functions as a verb whose meaning is different from the combined meanings of the individual words. So a phrasal verb എന്ന് പറയുന്നത് it's a combination of 2 or 3 words. അതിലൊന്ന് ഒരു വെർബായിരിക്കും. ഒന്നുകിൽ അതൊരു വെർബും ഒരു പ്രപ്പോസിഷനും തമ്മിലുള്ളൊരു കോമ്പിനേഷൻ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു വെർബും ഒരു ആഡ്വെർബും തമ്മിലൊരു കോമ്പിനേഷൻ ആയിരിക്കും. അതുമല്ലെങ്കിൽ ഒരു വെർബും ഒരു പ്രപ്പോസിഷനും ഒരു ആഡ്വെർബും തമ്മിലുള്ളൊരു കോമ്പിനേഷൻ ആയിരിക്കും. ഇങ്ങനെ കമ്പൈൻ ചെയ്ത് കിട്ടുന്ന ഒരു ഫ്രേസിന് മീനിങ് അതിലുള്ള ഇൻഡിവിജ്വൽ വേർഡ്സിൻ്റെ മീനിങ്ങിൽ നിന്നും എൻറ്റയർലി ഡിഫറെൻ്റ് ആയിരിക്കും. ആ തരത്തിലുള്ള കോമ്പിനേഷൻ ഓഫ് വേർഡ്സിനെയാണ് ഫ്രേസൽ വേർബ് എന്ന് പറയുന്നത്. ഏതൊക്കെയാണ് ഫ്രേസൽ വേർബ്സിൻ്റെ ടൈപ്സ്? ഫസ്റ്റ് വൺ, വേർബ് ഫോളോഡ് ബൈ ആൻ ആഡ്വെർബ്. ഒരു വെർബും ഒരു ആഡ്വെർബും തമ്മിലുള്ള ചേർന്നിട്ടുണ്ടാവുന്ന ഫ്രേസൽ വേർബ്. ഫോർ എക്സാമ്പിൾ, സാറ്റ് ഡൗൺ. ഇതിൽ സാറ്റ് ഇസ് എ വേർബ് ആൻഡ് ഡൗൺ ഇസ് എൻ ആഡ്വെർബ്. സെക്കൻഡ് എക്സാമ്പിൾ, ലുക്ക് അപ്പ്. ലുക്ക് ഇസ് എ വേർബ് ആൻഡ് അപ്പ് ഇസ് എൻ ആഡ്വെർബ്. ഇനി രണ്ടാമത്തെ കാറ്റഗറി, എ വേർബ് ഫോളോഡ് ബൈ എ പ്രപ്പോസിഷൻ. ഒരു വെർബും അതിൻ്റെ കൂടെ ഒരു പ്രപ്പോസിഷനും. സി ദ ഫസ്റ്റ് എക്സാമ്പിൾ, fall in. Fall is a verb and in is a preposition. Second example, bring up. Bring is a verb and up is a preposition. Now see the third category, a verb followed by an adverb and a preposition. ഒരു വെർബും ഒരു ആഡ്വെർബും ഒരു പ്രപ്പോസിഷനും. ഫസ്റ്റ് വൺ, come up with. Here come is a verb, up is an adverb and with is a preposition. Second example, face up to. Face is a verb, up is an adverb, to is an preposition. So ഇതാണ് ഫ്രേസൽ വേർബ്സിൽ വരുന്ന ടൈപ്സ്. ഇനി നമുക്ക് ക്ലാസ്സിൻ്റെ സെക്കൻഡ് പാർട്ടിലോട്ട് പോവാം. പ്രീവിയസ് ഇയേഴ്സിലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ ഫ്രേസൽ വേർബ്സുമായി റിലേറ്റ് ചെയ്ത് വന്ന ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. 2016 മുതൽ 2020 വരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ടു 2020 വന്ന ഒരു ക്വസ്റ്റ്യനാണ് ആദ്യം ഡിസ്കസ് ചെയ്യണത്. ക്വസ്റ്റ്യൻ, I will dash to you soon as the result is out. Options, get up, get down, get across, get away. ഈ 4 ഫ്രേസൽ വേർബ്സിൽ ഏതാണോ ആപ്റ്റ് ആയത് അതവിടെ ഫില്ല് ചെയ്യുക. സോ ആൻസർ പറയുന്നതിന് മുമ്പ് ഈ 4 ഫ്രേസൽ വേർബ്സിൻ്റെ മീനിങ്സും അതിൻ്റെ എക്സാമ്പിൾസും നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് ഫ്രേസൽ വേർബ്, ഗെറ്റ് അപ്പ്. 2 മീനിങ് ഉണ്ട് അതിന്. ഫസ്റ്റ് മീനിങ്, ടു ഗെറ്റ് ഔട്ട് ഓഫ് ബെഡ്. രാവിലെ ബെഡിൽ നിന്ന് എഴുന്നേൽക്കുക. ഫോർ എക്സാമ്പിൾ, ഹി ഓൾവേസ് ഗെറ്റ്സ് അപ്പ് ഏർലി. അവൻ ദിവസവും രാവിലെ എഴുന്നേൽക്കാറുണ്ട്.
സെക്കൻഡ്, ടു സ്റ്റാൻഡ് അപ്പ്, എഴുന്നേറ്റ് നിൽക്കുക. ദി ക്ലാസ് ഗോട്ട് അപ്പ് വെൻ ദ ടീച്ചർ കെയിം ഇൻ, ടീച്ചർ വന്ന സമയത്ത് ക്ലാസ്സിലെ കുട്ടികളെല്ലാം എഴുന്നേറ്റ് നിന്നു. നെക്സ്റ്റ്, ഗെറ്റ് ഡൗൺ. രണ്ട് മീനിങ് ഉണ്ട്. ഫസ്റ്റ് മീനിങ് റൈറ്റ്, റെക്കോർഡ്, എഴുതി വെക്കുക അല്ലെങ്കിൽ റെക്കോർഡ് ചെയ്ത് വെക്കുക. എക്സാമ്പിൾ, ഐ കുഡിൻ ഗെറ്റ് ഡൗൺ എവറിത്തിങ് ഹി സെഡ്, അവൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും എനിക്ക് എഴുതി വെക്കാനോ റെക്കോർഡ് ചെയ്ത് വെക്കാനോ സാധിച്ചിട്ടില്ല. സെക്കൻഡ് മീനിങ് ലീവ് എ വെഹിക്കിൾ, ഒരു വാഹനത്തിൽ നിന്ന് ഇറങ്ങുക. എക്സാമ്പിൾ, ദ ട്രെയിൻ പുൾഡ് ഇൻ ആൻഡ് വി ഗോട്ട് ഔട്ട്, ട്രെയിൻ നിന്ന സമയത്ത് ഞങ്ങൾ അതിൽ നിന്നും ഇറങ്ങി. നെക്സ്റ്റ് വൺ, ഗെറ്റ് അക്രോസ്, മീനിങ് കമ്മ്യൂണിക്കേറ്റ് സക്സസ്ഫുള്ളി, നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ, യുവർ മീനിങ് ഡിഡ്ന്റ് റിയലി ഗെറ്റ് അക്രോസ്, നീ പറഞ്ഞ കാര്യം കറക്റ്റായിട്ട് കമ്മ്യൂണിക്കേറ്റ് ആയിട്ടില്ല. ഫോർത്ത് വൺ, ഗെറ്റ് അവേ, മീനിങ് എസ്കേപ്പ്, രക്ഷപ്പെടുക. ഫോർ എക്സാമ്പിൾ, ദ റോബേഴ്സ് ഗോട്ട് അവേ ഇൻ എ സ്റ്റോളൻ കാർ, റോബേഴ്സ് മോഷ്ടിച്ചൊരു കാറിൽ രക്ഷപ്പെട്ടു. അപ്പോൾ ഈ 4 ഡിസ്കസ് ചെയ്താൽ ഇപ്പോൾ നിങ്ങൾക്ക് എന്തറിയാം, ആൻസർ ഏതാണെന്ന് പെട്ടെന്ന് കണ്ടുപിടിക്കാം. നോ സീ ദ ആൻസർ. I will dash to you soon as the result is out. Answer, get across. 2019 ഫ്രേസൽ വെർബുമായി റിലേറ്റ് ചെയ്ത ഒരു ചോദ്യവും വന്നിട്ടില്ല. സോ 2018 ചോദ്യം. Choose the suitable one from the following to get the meaning of put on. Put on എന്ന് പറഞ്ഞ ഫ്രേസൽ വെർബിന് ആപ്റ്റായ മീനിങ് ഏതാണ്? ഓപ്ഷൻസ്: ടു വെയർ ക്ലോത്ത്സ്, ടു ഗോ സംവെയർ, ടു സ്പീക്ക് സംതിങ്, ടു പ്ലേസ് ആൻ ഒബ്ജക്റ്റ്. ആൻസർ: ടു വെയർ ക്ലോത്ത്സ്. സോ ഇതിനോടനുബന്ധിച്ച് പുട്ടിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു 4 ഫ്രേസൽ വെർബ്സ് നമുക്കിവിടെ ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് വൺ, put back, meaning return something to its original place. എടുത്ത സാധനം യഥാസ്ഥാനത്ത് തിരിച്ചു വെക്കുക. ഫോർ എക്സാമ്പിൾ, he carefully put the vase back on the shelf. അവൻ എടുത്ത വേസ് ശ്രദ്ധിച്ചിട്ട് ഷെൽഫിൽ തിരിച്ചു വെച്ചു. നെക്സ്റ്റ് വൺ, put off, meaning postpone. For example, the meeting has been put off for a week. Postpone എന്ന് പറഞ്ഞാൽ മാറ്റിവെക്കുക. സോ ദ മീനിങ് ഹിയർ, മീറ്റിംഗ് ഒരാഴ്ചത്തേക്ക് മാറ്റിവെച്ചു. നെക്സ്റ്റ് വൺ, put down. 2 മീനിങ് ഉണ്ട്. ഫസ്റ്റ് വൺ, ഇൻസൾട്ട്, അപമാനിക്കുക അല്ലെങ്കിൽ കളിയാക്കുക. എക്സാമ്പിൾ, ജോൺ frequently puts down his little sister for walking slowly. ജോൺ അവൻ്റെ കുഞ്ഞു സഹോദരീനെ മെല്ലെ 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 നടക്കുന്നതിന് എപ്പോഴും കളിയാക്കാറുണ്ടായിരുന്നു. സെക്കൻഡ് മീനിങ്, ഡ്രോപ്പ് someone off. ഒരാളെ എവിടെയെങ്കിലും ഡ്രോപ്പ് ചെയ്യുക, കൊണ്ടാക്കുക. ഫോർ എക്സാമ്പിൾ, ദ ടാക്സി put him down outside the hotel. ടാക്സിക്കാരൻ അദ്ദേഹത്തിന് ഹോട്ടലിൻ്റെ പുറത്ത് ഡ്രോപ്പ് ചെയ്തു. നെക്സ്റ്റ് വൺ, put in, മീനിങ് കോൺട്രിബ്യൂട്ട് ചെയ്യുക. ഫോർ എക്സാമ്പിൾ, ഐ put in an extra hour at work today. ഞാൻ ഇന്നൊരു എക്സ്ട്രാ അവർ, 1 മണിക്കൂർ അധികം എൻ്റെ ജോലി സ്ഥലത്ത് ജോലിക്ക് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്തു. ഇതാണ് പുട്ട് വെച്ചിട്ടുള്ള ഫ്രേസൽ വെർബ്സ്. നൗ 2017 വന്നൊരു ക്വസ്റ്റ്യൻ ആണ്. ചൂസ് എ സ്യൂട്ടബിൾ വൺ ഫ്രം ദ ഫോളോയിങ് ടു ഗെറ്റ് ദ മീനിങ് ഓഫ് ദ വേർഡ് ടു വിസിറ്റ്. 4 ഫ്രേസൽ വെർബ്സ് തന്നിട്ടുണ്ട്. അതിൽ ടു വിസിറ്റ് എന്ന മീനിങ് വരുന്ന ഫ്രേസൽ വെർബ് ഏതാണ്? ഓപ്ഷൻ എ, കോൾ ഫോർ. ഓപ്ഷൻ ബി,
call on, option C, call out, option D, call in. ഓക്കെ, ആൻസർ പറയുന്നതിന് മുമ്പ് നമുക്കൊന്ന് ഈ 4 ഫ്രേസൽ വെർബ്സും നോക്കാം. ഫസ്റ്റ് വൺ, call for, meaning require, ആവശ്യം. For example, an emergency like this calls for some pretty drastic action. ഈ തരത്തിലുള്ള എമർജൻസി സിറ്റുവേഷനിൽ ഒരു ഡ്രാസ്റ്റിക് ആയ ആക്ഷൻ ആവശ്യമാണ്. സെക്കൻഡ്, ടു കളക്ട് സംബഡി ഇൻ ഓർഡർ ടു ഗോ സംവെയർ, എവിടെയെങ്കിലും പോകാൻ വേണ്ടിയിട്ട് ആരെയും പിക്ക് ചെയ്യുക. ഫോർ എക്സാമ്പിൾ, ഐ വിൽ കോൾ ഫോർ യു അറ്റ് 9 o'clock, ഞാൻ 9 മണിക്കാണ് നിങ്ങളെ വിളിച്ച് കൊണ്ടുപോവാം. നെക്സ്റ്റ്, കോൾ ഓൺ, മീനിങ് ടു വിസിറ്റ്, വിസിറ്റ് ചെയ്യാം. എക്സാമ്പിൾ, ഐ റിയലി ഷുഡ് കോൾ ഓൺ മൈ ഗ്രാൻഡ് പാരൻസ് മോർ ഓഫൻ, ഞാൻ എൻ്റെ ഗ്രാൻഡ് പാരൻസിനെ ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് വിസിറ്റ് ചെയ്യേണ്ടതാണ്. കോൾ ഔട്ട്, മീനിങ് പോയിൻ്റ് ഔട്ട്, പോയിൻ്റ് ഔട്ട് ചെയ്യുക, ചൂണ്ടിക്കാണിക്കുക. എക്സാമ്പിൾ, ഷി കോൾ ദം ഔട്ട് ഓൺ ദെയർ ലൈസ്, അവൾ അവരുടെ തെറ്റുകൾ അല്ലെങ്കിൽ ലൈസിനെ പോയിൻ്റ് ഔട്ട് ചെയ്ത് ചൂണ്ടിക്കാണിച്ചു. നെക്സ്റ്റ് വൺ, ടു ഷൗട്ട്, എസ്പെഷ്യലി വെൻ യു ആർ ട്രൈങ് ടു ഗെറ്റ് സംവൺസ് അറ്റൻഷൻ, ആരെങ്കിലും അറ്റൻഷൻ, ശ്രദ്ധ കിട്ടാൻ വേണ്ടിയിട്ട് ഉറക്കെ വിളിച്ചു പറയുക. എക്സാമ്പിൾ, ഐ എം ഹിയർ, ഷീ കോൾഡ് ഔട്ട്, ഞാനിവിടെ ഉണ്ട് എന്ന് ഒരാൾ വിളിച്ചു പറയുകയാണ്. കോളിംഗ്, ആസ്ക് ഫോർ ദി സർവീസസ് ഓഫ് സം വൺ, ഏതെങ്കിലും ഒരാളുടെ സർവീസ് അല്ലെങ്കിൽ സേവനം ആവശ്യപ്പെടുക. ഫോർ എക്സാമ്പിൾ, ദ കമ്പനി ഹാവ് കോൾഡ് ഇൻ ദ പോലീസ് ടു ഇൻവെസ്റ്റിഗേറ്റ്, കമ്പനിയിലെ അന്വേഷണത്തിന് വേണ്ടിയിട്ട് പോലീസിൻ്റെ സേവനം ആവശ്യപ്പെട്ടു. നെക്സ്റ്റ്, ടു ഓർഡർ ഓർ ആസ്ക് ഫോർ ദി റിട്ടേൺ ഓഫ് സംതിങ്, ഓർഡർ ചെയ്യുക അല്ലെങ്കിൽ ചോദിക്കുക ഏതെങ്കിലും സാധനം റിട്ടേൺ ചെയ്യാൻ വേണ്ടിയിട്ട്. ഫോർ എക്സാമ്പിൾ, ദ ബാങ്ക് കോൾഡ് ഇൻ ഓൾ ഓഫ് ഇറ്റ്സ് ലോൺസ്, ലോണ് തിരിച്ചടയ്ക്കാൻ വേണ്ടിയിട്ട് ബാങ്ക് ഓർഡർ ഇട്ടു. So the answer is call on. ലാസ്റ്റ് ക്വസ്റ്റ്യൻ 2016 വന്നൊരു ചോദ്യമാണ്. The police arrested the thief who was trying to escape. ഇതിൽ ടു എസ്കേപ്പ് എന്ന മീനിങ് വരുന്ന ഏത് ഫ്രേസിൽ വെർബാണ് താഴെയുള്ളത്? ഓപ്ഷൻസ്, ഗെറ്റ് അവേ, get out, get up, get in. Again meaning നോക്കാം. Get out, to leave a place, ഒരു സ്ഥലത്ത് നിന്ന് മാറിപ്പോവുക, അവിടെ വിട്ടു പോവുക. ഫോർ എക്സാമ്പിൾ, ഷീ സ്ക്രീംഡ് അറ്റ് മീ ടു ഗെറ്റ് ഔട്ട്, അവൾ എന്നോട് അവിടെ നിന്ന് പോവാൻ ആവശ്യപ്പെട്ടു. സെക്കൻഡ്, ടു ബിക്കം നോൺ, കാര്യങ്ങൾ അറിയുക. ഇഫ് ദിസ് ഗെറ്റ്സ് ഔട്ട് ദർ വിൽ ബി ട്രബിൾ, ഈ കാര്യം പുറത്തറിഞ്ഞാൽ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകും. നെക്സ്റ്റ്, ഗെറ്റ് ഇൻ, ടു അറൈവ് അറ്റ് എ പ്ലേസ്, ഒരു സ്ഥലത്ത് എത്തിച്ചേരുക. ഫോർ എക്സാമ്പിൾ, ദ ട്രെയിൻ ഗോട്ട് ഇൻ ലേറ്റ്, ട്രെയിൻ അവിടെ എത്തിച്ചേർന്നത് ലേറ്റ് ആയിട്ടാണ്. ഗെറ്റ് അവേ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്താണ്, മീനിങ് എസ്കേപ്പ്. എക്സാമ്പിൾ, ദ റോബേഴ്സ് ഗോട്ട് അവേ ഇൻ എ സ്റ്റോളൻ കാർ. ഗെറ്റ് അപ്പ്, അഗെയിൻ വി ഡിസ്കസ്ഡ്, മീനിങ് ടു ഗെറ്റ് ഔട്ട് ഓഫ് ബെഡ്. എക്സാമ്പിൾ, ഹി ഓൾവേസ് ഗെറ്റ്സ് അപ്പ് ഏർലി. നെക്സ്റ്റ് മീനിങ്, ടു സ്റ്റാൻഡ് അപ്പ്. എക്സാമ്പിൾ, ദ ക്ലാസ് ഗോട്ട് അപ്പ് when the teacher came in. So the answer is get away. സോ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. ഫ്രേസൽ വെർബ്സ് ഇത് മാത്രമല്ല, ഇനിയും ധാരാളമുണ്ട്. ഇതിപ്പം ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നത് മാത്രമേ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ കൂടുതൽ
ഈ തരത്തിലുള്ള ഫ്രേസൽ വെർബ്സ് പഠിക്കുക. USS എക്സാമിന് പ്രതീക്ഷിക്കാവുന്ന ഒരു ഏരിയയാണിത്. ഇതിൽ നിന്ന് മിക്കവാറും ക്വസ്റ്റ്യൻ പേപ്പറിലും ഒരു ചോദ്യമെങ്കിലും വന്നിട്ടുണ്ട്. സോ ഈ ഭാഗം തറവാക്കി വെക്കുക. എല്ലാവർക്കും താങ്ക് യു.